ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരർക്ക് ജാമ്യം. കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. കൊല്ലം വിജിലൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ആഴ്ചയിൽ 2 തവണ ഹാജരാകണം. പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിക്കരുത് എന്നും ഉപാധിയുണ്ട്. 41 ദിവസത്തിന് ശേഷമാണ് തന്ത്രി പുറത്തേക്ക് ഇറങ്ങുന്നത്. അതേസമയം കട്ടിളപ്പാളി കേസിൽ സ്വാഭാവിക ജാമ്യം തേടി എ പത്മകുമാർ കോടതിയെ സമീപിച്ചു. ഷമീർ അബ്ദുൾ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഷമീർ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? വളരെ ഏതാണ്ട് 41 ദിവസത്തിന് ശേഷമാണ് ജാമ്യം ലഭിക്കുന്നത് തന്ത്രിക്ക്. എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ, ഈ കേസിൽ ഏറ്റവും വേഗത്തിൽ ജാമ്യം ലഭിക്കുന്ന ആളായി മാറുകയാണ് തന്ത്രി. 41ാമത്തെ ദിവസമാണ് തന്ത്രിക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ കേസിൽ പുറത്തിറങ്ങുന്ന 6ാമത്തെ ആളാണ് തന്ത്രി കണ്ഠരര് രാജീവര്. എന്തായാലും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ, പോറ്റിയുമായുള്ള ബന്ധം തുടങ്ങിയവയൊക്കെ തന്നെ കോടതിയിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടുകയും അതിന് ഉപോത്ബലകമായ തെളിവുകൾ കോടതിക്ക് മുമ്പിൽ നൽകുകയും ചെയ്തു. പക്ഷേ കോടതി ഇപ്പോൾ നിരീക്ഷിച്ചത്, അതായത് തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളും ഒപ്പം തന്നെ പോറ്റിയുമായുള്ള ബന്ധവും തെളിയിക്കാൻ പറ്റിയ തെളിവുകൾ കോടതിക്ക് മുമ്പിൽ വന്നിട്ടില്ല എന്നൊരു നിരീക്ഷണം കോടതിക്ക് മുമ്പിൽ വന്നിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതും കർശന ഉപാധികളോടുകൂടിയാണ് ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഒരു കേസിൽ 2 ലക്ഷം രൂപ ജാമ്യ തുകയായി നൽകണം. അതായത് കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക കേസിലുമായി 4 ലക്ഷം രൂപ കോടതിക്ക് മുമ്പിൽ നൽകണം. ഒപ്പം തന്നെ സംസ്ഥാനം വിട്ട് പുറത്തു പോകാൻ പാടില്ല, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ എപ്പോൾ വിളിച്ചാലും അവർക്ക് മുമ്പിൽ ഹാജരാകണം. ആഴ്ചയിൽ 2 ദിവസമെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിലേക്ക് എത്തണം തുടങ്ങിയ കർശന ഉപാധികൾ ഈ ജാമ്യ വ്യവസ്ഥയിലുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇതിന്റെ പൂർണ്ണമായുള്ള ജഡ്ജിമെന്റ് പുറത്തിറങ്ങും. ഈ ജഡ്ജിമെന്റ് ലഭിക്കുന്നതോടുകൂടി ഈ ജഡ്ജിമെന്റ് ഈ ജയിലിലേക്ക് എത്തിക്കും. അങ്ങനെ ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ തന്ത്രി ജയിൽ മോചിതനാകും. എന്തായാലും SITക്ക് ഏറ്റൊരു കനത്ത തിരിച്ചടി കൂടിയാണ് ഇപ്പോൾ തന്ത്രി പുറത്തിറങ്ങുന്നത്. കഴിഞ്ഞ ദിവസത്തെ വാദവും പ്രതിവാദങ്ങളും ഒക്കെ കേട്ടപ്പോൾ ഏവരും പ്രതീക്ഷിച്ചിരുന്നത് തന്ത്രി കുടുങ്ങും. തന്ത്രിയുടെ 2 കോടി 5 ലക്ഷം രൂപയുടെ സാമ്പത്തിക നിക്ഷേപം, ഒപ്പം തന്നെ ഭാര്യയ്ക്കുള്ള 61 ലക്ഷം രൂപയുടെ നിക്ഷേപം, അങ്ങനെ തന്ത്രി 7 ലക്ഷം രൂപ ഈ ദേവസ്വം ബോർഡിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. തന്ത്രിയെ അതുകൊണ്ട് പബ്ലിക് സർവന്റ് ആയിട്ട് കൂട്ടണം. അങ്ങനെ നിരവധി വാദങ്ങൾ കോടതിക്ക് മുമ്പിൽ SIT ഉന്നയിച്ചെങ്കിലും ഇതൊന്നും തന്നെ കോടതിക്ക് മുമ്പിൽ അത് വലിയ തെളിവായി കോടതി എടുത്തില്ല. ഒപ്പം തന്നെ ശബരിമല ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ, സാമ്പത്തിക കാര്യങ്ങളിൽ തന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയില്ല. ഭക്തിപരമായ കാര്യങ്ങളിൽ മാത്രമേ തന്ത്രിക്ക് ഇടപെടാൻ കഴിയൂ എന്നുള്ള വാദം കോടതി അംഗീകരിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ പോറ്റിയുമായുള്ള നേരിട്ടുള്ള ബന്ധം കണക്ട് ചെയ്യാനുള്ള തെളിവുകൾ കോടതിക്ക് മുമ്പിൽ എത്തിയില്ല. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് കോടതിക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത്. എന്തായാലും ഇതിന്റെ പൂർണ്ണ ജഡ്ജിമെന്റ് വൈകിട്ടോട് പുറത്തിറങ്ങുമ്പോൾ എന്തൊക്കെയാണ് കോടതി നിരീക്ഷിച്ചത്, ഏത് സാഹചര്യത്തിലാണ് ഈ പുറത്തേക്ക് ഇറങ്ങാനുള്ള കാരണം തുടങ്ങിയവയൊക്കെ തന്നെ ജഡ്ജിമെന്റ് പുറത്തിറങ്ങുന്നതോടുകൂടി വ്യക്തമാകും. ഹർഷൻ. റൈറ്റ്, ഷമീറാണ് വിവരങ്ങൾ നൽകിയത്. തന്ത്രിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. 41 ദിവസത്തിന് ശേഷമാണ് തന്ത്രിക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നത്.